നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൊടിസുനി എന്ന ക്രിമിനലിനെ VIP ആയി കണക്കാക്കുന്ന പോലീസ് സാധാരണക്കാരെ തല്ലിച്ചതയ്ക്കുകയാണെന്ന് BJP സംസ്ഥാന സെൽ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് VK സജീവൻ. BJP കണ്ണൂർ സൗത്ത് ജില്ലാ കമ്മിറ്റി DYSP ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പാനൂർ നഗരസഭയിലെ UDF വോട്ട് കൊള്ളയ്ക്കെതിരെ LDFന്റെ പ്രതിഷേധം. പാനൂർ നഗരസഭയ്ക്ക് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. കൂത്തുപറമ്പിൽ JCB ഉപയോഗിച്ച് മണ്ണ് നീക്കവേ 100ഓളം വർഷങ്ങൾ പഴക്കമുള്ള ക്ഷേത്രാവശിഷ്ടങ്ങൾ കണ്ടെത്തി. സ്ഥലത്തേക്ക് ഭക്തജനങ്ങളുടെ ഒഴുക്ക്. KCB വർക്കേഴ്സ് അസോസിയേഷൻ തലശ്ശേരി ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമം നടത്തി. കുട്ടികൾക്കായി പഠന ക്ലാസും നടത്തി. വാർത്തകൾ വിശദമായി. കൊടിസുനി എന്ന ക്രിമിനലിനെ VIP ആയി പരിഗണിക്കുന്ന കേരള പോലീസ് സാധാരണക്കാരെ തല്ലിച്ചതയ്ക്കുകയാണെന്ന് BJP സംസ്ഥാന സെൽ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് VK സജീവൻ. പിണറായി ഭരണത്തിലെ പോലീസ് ക്രൂരതയ്ക്കും വികസിത കേരളത്തിനായി പോലീസ് സേനയുടെ സമഗ്രമാറ്റം ആവശ്യപ്പെട്ടുകൊണ്ട് BJP കണ്ണൂർ സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തലശ്ശേരി DYSP ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോടതിയിൽ ഹാജരാക്കാൻ പോകുന്നതിനിടയിൽ കൊടിസുനി എന്ന CPM ക്രിമിനലിന് മദ്യം വാങ്ങി നൽകാൻ കേരള പോലീസ് തയ്യാറാകുന്നു. കേരളത്തിൽ 744 പോലീസ് ഉദ്യോഗസ്ഥന്മാർ ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവരാണെന്ന് റിപ്പോർട്ട് വന്നിട്ടും കേവലം 18 പേർക്കെതിരെ മാത്രമാണ് പോലീസിന് നടപടിയെടുക്കാൻ സാധിച്ചത്. ഒരു കാലത്ത് ഗുണ്ടാ സംഘങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങിയിരുന്ന ഉത്തർപ്രദേശിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും പോലീസ് സ്റ്റേഷനുകളും യോഗി ആദിത്യനാഥ് എന്ന ശക്തനായ ഭരണാധികാരിയുടെ ഇടപെടലിലൂടെ ഉണ്ടാക്കിയ പരിവർത്തനം നാം കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ കൊടിസുനി പോകുമ്പോ കള്ളു മേടിച്ചു കൊടുക്കാൻ പോലീസുകാർ തയ്യാറാവണമെങ്കിൽ എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം നമുക്ക് മനസ്സിലാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ നാട്ടിലെ ജനങ്ങളുടെ സ്വൈരജീവിതം ഉറപ്പുവരുത്തേണ്ട പോലീസ് ആ കടമ നിർവഹിക്കാൻ വേണ്ടി തയ്യാറാക്കണം. അതല്ല പാർട്ടി ഓഫീസിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ അടിമപ്പണി എടുക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഭേദം ഇത് രാജിവെച്ച് പോയി വല്ല കപ്പയോ മറ്റോ കൃഷി ചെയ്ത് സ്വന്തം നാട്ടിൽ ജീവിക്കുന്നതാണ് നല്ലത്. സാധാരണക്കാരന് അത്താണിയാവേണ്ട, സാധാരണക്കാരന്റെ ജീവിതത്തിന് സമാധാനം ഉറപ്പുവരുത്തേണ്ട, സ്വൈരജീവനം ഉറപ്പുവരുത്തേണ്ട പോലീസ്, ആ പോലീസ് ഇപ്പോ സാധാരണക്കാരുടെ സ്വൈരജീവനം തകർത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് കേരളത്തിന്റെ നേർസാക്ഷ്യം. കേരള പോലീസിന്റെ പേരുള്ള ജനമൈത്രി പോലീസ് എന്നാണ്. ഇപ്പോ പോലീസ് സ്റ്റേഷനുകൾ ജനമൈത്രി കേന്ദ്രങ്ങൾ എന്നുള്ള പേര് മാറി ജനമൈത്രി കേന്ദ്രങ്ങൾക്ക് വരും സാധാരണക്കാരായിട്ടുള്ള ആളുകളെ പേടിപ്പെടുത്തുകയും മർദ്ദനമുറ പ്രയോഗിക്കുകയും ചെയ്യുന്ന സാക്ഷാൽ ജനവിരുദ്ധ കേന്ദ്രങ്ങളായി കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. BJP കണ്ണൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു ഏളക്കുഴി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷിജിലാൽ, സംസ്ഥാന സമിതി അംഗങ്ങളായ P സത്യപ്രകാശൻ മാസ്റ്റർ, VV ചന്ദ്രൻ, യുവമോർച്ച സംസ്ഥാന ഉപാധ്യക്ഷ ശ്രുതി പൊയിലൂർ, ജില്ലാ വൈസ് പ്രസിഡന്റ് KB പ്രജിൽ, CP സംഗീത എന്നിവർ സംസാരിച്ചു. തലശ്ശേരി വാടിക്കൽ രാമകൃഷ്ണൻ മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് DYSP ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് N രതി, റീന മനോഹരൻ, K ലിജേഷ്, KC വിഷ്ണു, ഹരീഷ് ബാബു, O സന്തോഷ്, ഷംജിത്ത് പാട്യം, R ഷംജിത്ത്, വിപിൻ ഐവർകുളം, M പ്രവീണ എന്നിവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി. പാനൂർ നഗരസഭയിലെ UDF വോട്ട് കൊള്ളയ്ക്കെതിരെ എന്ന മുദ്രാവാക്യവുമായി LDF മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാല ഉപരോധ സമരം തുടങ്ങി. CPM പാനൂർ ഏരിയ സെക്രട്ടറി KE കുഞ്ഞബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു.
LDF സിന്ദാബാദ്. പ്രതിഷേധ സമരം സിന്ദാബാദ്. പ്രതിഷേധ സമരം സിന്ദാബാദ്. UDF വോട്ട് കൊള്ളയ്ക്കും പാനൂർ നഗരസഭയിലെ ചില ഉദ്യോഗസ്ഥരും ജീവനക്കാരും ചേർന്ന് പണം വാങ്ങി ഡീലിമിറ്റേഷൻ കമ്മിറ്റിയുടെ വാർഡ് വിഭജന പട്ടിക അട്ടിമറിച്ച് UDFന് അനുകൂലമാക്കിയതിൽ പ്രതിഷേധിച്ചാണ് LDF പാനൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല മുനിസിപ്പൽ ഉപരോധ സമരം ആരംഭിച്ചത്. CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം KE കുഞ്ഞബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. പരാതി ഞങ്ങൾ കൊടുക്കുകയുണ്ടായി. ആ പരാതി കൊടുത്തതിനെ തുടർന്ന് സെക്രട്ടറി രേഖാമൂലം പരാതി കിട്ടി ബോധിച്ചിട്ടുണ്ട്, അത് തുടർ നടപടിക്ക് സമർപ്പിച്ചിട്ടുണ്ട് എന്ന നിലയിലാണ് ഇവിടെ സംസാരിച്ചത്. തുടർന്ന് 41 വാർഡുകളിലും ആ വാർഡിലെ വോട്ടർ പട്ടിക പരിശോധിച്ച് പരാതി പരിശോധിച്ച് തീർപ്പ് കൽപ്പിക്കുന്നതിന് വേണ്ടി 2 വാർഡ് 3 വാർഡ് എന്ന നിലയിൽ ഉദ്യോഗസ്ഥന്മാരെ ഇവിടെ ചുമതലപ്പെടുത്തുകയുണ്ടായി. ആ ഉദ്യോഗസ്ഥന്മാർ ഞങ്ങൾ കൊടുത്തുള്ള പരാതി മാത്രമല്ല, UDFും BJPയും ഒക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതികളൊക്കെ പരിശോധിച്ചുകൊണ്ട് ഇതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കാൻ അവരെ ചുമതലപ്പെടുത്തുകയാണ് ഉണ്ടായി. LDF നേതാക്കളായ VP പ്രേമകൃഷ്ണൻ, KK ബാലൻ, P ദിനേശൻ, E മുഹമ്മദ്, രാമചന്ദ്രൻ ജോസ്ന, കൗൺസിലർമാരായ MTK ബാബു, KK സുധീർ കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കൂത്തുപറമ്പില് JCB ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുന്നതിനിടെ ക്ഷേത്രാവശിഷ്ടങ്ങൾ കണ്ടെത്തി. പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പാതിരിയാട് ചേരി കമ്പനിക്ക് സമീപം ദേവരിക്കോട്ട മഹാദേവ ക്ഷേത്ര പറമ്പിൽ നിന്നാണ് പഴയ ക്ഷേത്രാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. കൂത്തുപറമ്പിൽ JCB ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുന്നതിനിടെയാണ് ക്ഷേത്രാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പാതിരിയാട് ചേരി കമ്പനിക്ക് സമീപം ദേവർക്കോട്ടം മഹാദേവ ക്ഷേത്രപ്പറമ്പിൽ നിന്നാണ് പഴയ ക്ഷേത്രാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. 100 വർഷത്തിലധികം പഴക്കമുള്ള ക്ഷേത്രത്തിന്റെ വിഗ്രഹ പ്രതിഷ്ഠ നടത്തിയിരുന്ന കൃഷ്ണശിലയിൽ തീർത്ത വലിയ പാനീപീഠവും വിഗ്രഹത്തിന്റെ ശിരസിന് മുകളിലായി കിരീടത്തിന്റെ ഭാഗം വരുന്ന കൃഷ്ണശില ഭാഗവുമാണ് കണ്ടെത്തിയത്. പ്രശ്നചിന്തയിൽ ശിവൻ, പാർവതി, ഭഗവതി, ഗുളികൻ എന്നിവയുടെ സ്ഥാനങ്ങളാണ് ഇവിടെ ഉള്ളതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എല്ലാ തിങ്കളാഴ്ചയും വിശ്വാസികൾ ഒത്തുചേർന്ന് കൂട്ട പ്രാർത്ഥന നടത്താറുണ്ട്. ഇളങ്കോവിൽ പ്രതിഷ്ഠ നടത്താനുള്ള ഒരുക്കത്തിലായിരുന്നു. നാട്ടുകാർ വിലക്കെടുത്ത 22 സെന്റ് ഭൂമിയിൽ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കാനിരിക്കെയാണ് ക്ഷേത്രാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ഇത് പാതിരിയാടാണ് സ്ഥലം. കണ്ണൂർ ജില്ല കൂത്തുപറമ്പ് മമ്പറത്തിൻ്റെ അടുത്ത് പാതിരിയാട് എന്ന് പറയുന്ന സ്ഥലമാണിത്. ഇവിടെ 100 വർഷത്തിൽ അധികം പഴക്കമുള്ളൊരു ഇതാണ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ശിവക്ഷേത്രമായിരുന്നു ഇവിടെ മുന്നേ ഉണ്ടായിരുന്നതാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു പീഠമാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി അങ്ങോട്ട് ഇവിടെയുള്ള ക്ഷേത്രത്തിൻ്റെ ഉദ്ധാരണത്തിന് വേണ്ടി എല്ലാവരും സഹായിക്കും. ക്ഷേത്രസ്ഥലം നിരപ്പാക്കി പറമ്പിന് താഴെ ഭാഗത്തുകൂടെ ക്ഷേത്രസ്ഥലത്തേക്കുള്ള വഴി നിർമ്മിക്കുന്നതിന് JCB ഉപയോഗിച്ച് മണ്ണ് ഒരുക്കുന്നതിനിടെയാണ് പാനീപീഠം കണ്ടെത്തിയത്. പ്രമുഖ CITU നേതാവായിരുന്ന C കണ്ണന്റെ സ്മാരക പ്രതിമ സ്ഥാപിക്കാൻ CITU കണ്ണൂർ നഗരത്തിൽ പൊതുഭൂമി പാട്ടത്തിന് എടുത്തതിനെ BJP നേതാക്കൾ വിമർശിക്കുന്നതിൽ അങ്ങേയറ്റം വേദന തോന്നുന്നുവെന്ന് CITU സംസ്ഥാന സെക്രട്ടറി KP സഹദേവൻ. കണ്ണൂർ നഗരത്തിൽ തന്നെ മഹാത്മാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിന്റെയും പ്രതിമയും മറ്റു സ്തൂപങ്ങളും സ്ഥാപിച്ചിട്ടുള്ളത് പൊതുഭൂമിയിൽ തന്നെയാണ്, സ്വകാര്യ ഭൂമിയിൽ അല്ല എന്ന കാര്യം ഓർക്കണമെന്ന് KP സഹദേവൻ പറഞ്ഞു. രാജ്യത്തുടനീളം പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ഭരണാധികാരികളുടെയും മറ്റും സ്മാരക പ്രതിമകൾ പലയിടത്തും സ്ഥാപിച്ചിട്ടുണ്ടെന്ന് KP സഹദേവൻ പറഞ്ഞു. കണ്ണൂർ നഗരത്തിൽ തന്നെ മഹാത്മാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിന്റെയും പ്രതിമയും മറ്റു സ്തൂപങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇതൊക്കെ പൊതുഭൂമിയിൽ തന്നെയാണ് സ്ഥാപിച്ചതെന്ന് ഓർക്കണമെന്നും സഹദേവൻ ആവശ്യപ്പെട്ടു. ഇവിടെ നമുക്കെല്ലാം അറിയാം, മുനിസിപ്പാലിറ്റിയുടെ തന്നെ നിരവധി മുനിസിപ്പാലിറ്റിയുടെ സ്ഥലത്ത് നിരവധി ബിൽഡിങ്ങിൽ കെട്ടിപ്പടുത്തിട്ടുണ്ട്. ഈ സ്ഥലത്തിന് തൊട്ടടുത്തും ഈ സ്ഥലത്തിന് മുന്നിലും അതൊക്കെ സ്വകാര്യ വ്യക്തികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. അതിലൊന്നും ഒരു ആക്ഷേപമില്ല. പക്ഷെ ഇവിടെ ഈ കാര്യത്തിൽ ആക്ഷേപം ഉന്നയിക്കുന്നത് തികച്ചും രാഷ്ട്രീയമാണ്. നമുക്കറിയാം, BJPയുടെ നേതാക്കന്മാർക്ക് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും
പ്രതിഭ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും മറ്റു പാർട്ടിയുടെ നേതാക്കന്മാരും ഒക്കെ തന്നെ അവരെയെല്ലാം അനുസ്മരിക്കുന്നതിന് വേണ്ടി പ്രതിഭ സ്ഥാപിച്ചിട്ടുണ്ട്. അത് നല്ല കാര്യമാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്തെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചവർ അവരെല്ലായ്പ്പോഴും ഓർക്കുന്നതിന് വേണ്ടി അത്തരം പ്രതിഭകൾ, അത്തരം അനുസ്മരണ കാര്യങ്ങൾ ഉണ്ടാവേണ്ടത് വളരെ പ്രധാനമാണ്. തൊഴിലാളികൾക്കും പാവപ്പെട്ട ജനങ്ങൾക്കും വേണ്ടി ജീവിച്ച സി കണ്ണന്റെ പ്രതിമ സ്ഥാപിക്കുന്നതിനെ വിമർശിക്കുന്നതിൽ അന്ധമായ രാഷ്ട്രീയമല്ലാതെ മറ്റൊന്നുമില്ലെന്നും കെ പി സഹദേവൻ പറഞ്ഞു. KSEB വർക്കേഴ്സ് അസോസിയേഷൻ CITU തലശ്ശേരി ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ പഠന ക്ലാസും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു. തലശ്ശേരി ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. കുട്ടികളുടെ പഠന ക്ലാസ് CITU കണ്ണൂർ ജില്ലാ സെക്രട്ടറി TP ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. മദ്യത്തിൻ്റെ, മയക്കുമരുന്നിൻ്റെ, മൊബൈൽ ഫോണിൻ്റെ കൊച്ചുമക്കൾ കണ്ണട വെക്കേണ്ട ഗതികേടിലെത്തിക്കൊണ്ടിരിക്കുക. ഈ കാര്യങ്ങളെല്ലാം സുന്ദരമായി അവതരിപ്പിക്കും. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഏതായാലും ഒരു കാര്യം തീർച്ചയാണ്, നമ്മുടെ വളർന്നു വരുന്ന തലമുറയെ വളരെ ഗൗരവതരമായി രക്ഷിതാക്കളടക്കം കാണുന്നില്ല എങ്കിൽ വല്ലാതെ അപകടങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നതാണ് കാണുന്നത്. വലിയ രീതിയിലാണ്. ഞാൻ കഴിഞ്ഞ 2 ദിവസം മുന്നേ തലശ്ശേരി BMV സ്കൂളിൻ്റെ മുന്നിൽ അല്പസമയം ബസ് കയറാൻ വേണ്ടി നിന്നപ്പോൾ ഒരച്ഛനും മകനും അമ്മയും ഒന്നിച്ചു വരിക. അപ്പോൾ എനിക്ക് ആണുങ്ങളെ പരിചയമുണ്ട്. അപ്പോൾ അവർ വന്ന് ലോക്യം പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താ പോയെന്ന്. അയാൾ എന്നോട് പറയുകയാണെന്ന്, ശ്രീധര, എൻ്റെ ഒരു മൂത്ത മകൻ നല്ല രീതിയിൽ പഠിച്ച് ഉയർന്നു വന്നതാണ്. പക്ഷെ ഇപ്പം അല്പം മയക്കുമരുന്നടിക്കുന്ന ഒരു പ്രശ്നം വരികയും അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മകനെ കണ്ട് സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. കൗമാരം കരുതലോടെ എന്ന വിഷയത്തിൽ കണ്ണൂർ വിമുക്തി മിഷൻ ഓഫീസർ സമീർ ധർമ്മടം ക്ലാസ് എടുത്തു. ഒറിഗാമി വിഷയത്തിൽ ലൈബ്രറി കൗൺസിൽ അംഗം K സുരേന്ദ്രനും സാഹിത്യ പഠനക്കളരിയിൽ രാമചന്ദ്രൻ മാസ്റ്ററും ശാസ്ത്രക്കളരിയിൽ ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് P ശ്രീനിവാസനും ക്ലാസ് എടുത്തു. തുടർന്ന് നടന്ന കുടുംബസംഗമം സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രദീപ് C ശ്രീധർ ഉദ്ഘാടനം ചെയ്തു. P സതീശൻ, PK ഗ്രീനീഷ്, അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. റംഷി പട്ടുവം അവതരിപ്പിച്ച നാടൻ പാട്ടും അരങ്ങേറി. ഭിന്നശേഷിക്കാരോടുള്ള നീതി നിഷേധങ്ങൾക്കെതിരെ പ്രക്ഷോഭവുമായി DAPL. പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഡിഫറൻ്റ്ലി ഏബിൾഡ് പീപ്പിൾസ് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നു. സെപ്റ്റംബർ 18-നാണ് മാർച്ച് നടത്തുകയെന്ന് സംസ്ഥാന ഭാരവാഹികൾ അറിയിച്ചു. ഭിന്നശേഷിക്കാരോടുള്ള നീതി നിഷേധങ്ങൾക്കെതിരെ എന്ന പ്രമേയത്തിലാണ് സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വ്യാജ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ലോബിക്കെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുക, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഭിന്നശേഷിക്കാരെ നോമിനേറ്റ് ചെയ്യുക, ക്ഷേമ പെൻഷനിൽ ഭിന്നശേഷിക്കാരെ കാറ്റഗറൈസ് ചെയ്ത് പെൻഷൻ 5000 രൂപയായി ഉയർത്തുക, ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾക്കുള്ള മാനദണ്ഡങ്ങളിൽ നിന്നും ഭിന്നശേഷിക്കാരെ ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും പ്രതിഷേധത്തിൽ ഉന്നയിക്കുന്നതായി ഭാരവാഹികൾ പറഞ്ഞു. സെപ്റ്റംബർ 18-ന് വ്യാഴാഴ്ച രാവിലെ 10-നാണ് മാർച്ചും ധർണയും നടക്കുക. പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ ജില്ലയിൽ നിന്നും നിരവധി പ്രവർത്തകർ ധർണയിൽ പങ്കാളികളാകുമെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റും കണ്ണൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റുമായ വലിയവർമ്മത്ത് ഇസ്മയിൽ പറഞ്ഞു. ഈ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടില്ലെങ്കിൽ കൂടുതൽ ശക്തമായ പ്രക്ഷോഭത്തിന് സംഘടന നേതൃത്വം നൽകുമെന്നും ഇസ്മയിൽ പറഞ്ഞു. നമ്മുടെ കേരളത്തിലെ ഭിന്നശേഷിക്കാർക്ക് ഇപ്പോൾ നിലവിലുള്ള പെൻഷൻ 1600 രൂപയാണ്. അതൊരു കേവലം ഓണത്തിനോ വിഷു അതുപോലത്തെ അത്യാവശ്യങ്ങൾ മാത്രം കിട്ടി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരെ ഒരു ശക്തമായ പ്രക്ഷോഭ പരിപാടി നീങ്ങുകയാണ്. ഏറ്റവും ചെറിയത് 5000 രൂപയെങ്കിലും ഭിന്നശേഷിക്കാർക്ക് മാസത്തിൽ പെൻഷനായി വേണം. മറ്റ് പെൻഷനേഴ്സിൽ നിന്ന് മാറ്റിയെടുത്തുകൊണ്ട് ഭിന്നശേഷിക്കാരത് തനിയെ ഉള്ള രൂപത്തിലേക്ക് മാറ്റാൻ വേണ്ടിയാണ് DAPL സമരമായി മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ 80% അതിൽ കൂടുതലോ ഉള്ള കുട്ടികളുടെ കിടപ്പ് രോഗികളായ ഭിന്നശേഷിക്കാരുടെ രക്ഷിതാക്കൾക്ക് അവരെ പരിചരണം ചെയ്യുന്ന അമ്മമാർക്കോ ഉമ്മമാർക്കോ ഒരു 2000 രൂപയെങ്കിലും മാസത്തിൽ ഒരു ഭത്ത കൊടുക്കണം. അവർക്ക് മറ്റ് ജോലികൾക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലാണുള്ളത്. അതുപോലെ തന്നെ മറ്റ് ഒരുപാട് കാര്യങ്ങൾ തിരുവനന്തപുരത്ത് വെച്ച് നമ്മൾ സമരപരിപാടിയിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന്,
ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എടുത്തു വരികയാണ്. അപ്പോൾ അതിൽ ഒരു 10% ഭിന്നശേഷിക്കാർക്ക് അവരുടെ അവകാശങ്ങൾ ചോദിച്ച് വാങ്ങാൻ വേണ്ടി പൊതു പഞ്ചായത്തുകളിൽ നമ്മൾ ആവശ്യമുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയും അത്തരം മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയും ഈ വരുന്ന 18-ാം തീയതി തിരുവനന്തപുരത്ത് ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ ഈ കണ്ണൂർ ജില്ലയിൽ നിന്നും ഒരുപാട് ആളുകളെ ഞങ്ങൾ അവിടത്തേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിരിക്കുകയാണ്. ഡിഫറൻറ്റ്ലി ഏബിൾഡ് പീപ്പിൾസ് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരപരിപാടികൾ സംഘടിപ്പിക്കുന്നത്. പാനൂർ ഹൈസ്കൂൾ 1985 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ഓർമ്മയുടെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. പാനൂർ സുമംഗലി ഓഡിറ്റോറിയത്തിലാണ് ആഘോഷ പരിപാടികൾ നടത്തിയത്. സമാപന സമ്മേളനം KP മോഹൻ MLA ഉദ്ഘാടനം ചെയ്തു. ഓർമ്മ ബാച്ചിന്റെ ഓണാഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനം KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. അവതരിപ്പിക്കുമ്പോൾ അവരാണ് ഏറ്റവും വലിയ കലാപ്രതിഭ എന്ന് നമുക്ക് തോന്നത്തക്ക രൂപത്തിലുള്ള പഴയ കാലത്തെ അന്നത്തെ അനുഭവങ്ങളൊക്കെ തന്നെയാണ്. അത് ഇന്ന് സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോഴും എന്ത് തന്നെ പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പഴയ കാലത്തിന് വ്യത്യസ്തമായിട്ട് എല്ലാവർക്കും ഡാൻസും പാട്ടും ഒക്കെ തന്നെയാണ്. പാടാൻ വിളിച്ചാൽ പാടാത്തവരായിട്ട് വളരെ ചുരുക്കമേ എല്ലാവരും മുന്നോട്ട് വരും. അപ്പോൾ അതിന് വലിയൊരു അനുഭവമാണ്. ആ അനുഭവത്തിൽ പങ്കാളികളാവുക എന്നതാണ് ഇതിനോട് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ കാര്യങ്ങളൊക്കെ തന്നെ നമ്മളിപ്പോൾ പറയാൻ ഇവിടെ വന്ന് ഇവിടെ രാവിലെ പോലെ ആരംഭിച്ചതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും ഇവിടെ മൈക്കിലും അതോടൊപ്പം തന്നെ ഇവിടെ ഒരു സ്റ്റേജിലും ഒക്കെ തന്നെ പറഞ്ഞ് വളരെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഉള്ളത്. അതിലൊന്നും ദുഃഖങ്ങളില്ല, ദുഃഖം പങ്കിടാനില്ല. പക്ഷെ അതേസമയം നമ്മൾ കാര്യങ്ങളൊക്കെ തന്നെ സംസാരിക്കുകയും ഒക്കെ തന്നെ ചെയ്തുകൊണ്ട് പഴയ കാലത്തോളം ആ ഓർമ്മ എന്ന് പറയുന്നത് ഞാൻ മാനദേശത്തിൽ പഠിച്ചത്. K. ധനഞ്ജയൻ അധ്യക്ഷനായി. ഓർമ്മ സെക്രട്ടറി K. അരവിന്ദാക്ഷൻ സ്വാഗതം പറഞ്ഞു. സിനിമ നാടക നടൻ രാജേന്ദ്ര തായാട്ട് ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നുണ്ട്. നമ്മൾ പഠിക്കുന്നതാണ്. ഞാനൊക്കെ പഠിച്ചിരിക്കുന്ന UP സ്കൂൾ, ചോളാപുരം UP സ്കൂളിൻ്റെ മുറ്റത്ത് OLV സാർ പറഞ്ഞതുപോലെ ഒരു വലിയ മരമുണ്ടായിരുന്നു. ആ നെല്ലിമരത്തിൽ നിന്ന് നെല്ലിക്ക പറുക്കി കടിച്ചു തിന്നാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പലപ്പോഴും തല്ലുകൂട്ടായിരുന്നു. എന്തിനാണെന്നറിയോ? ഈ നെല്ലിക്ക തിന്നിട്ട് പച്ചവെള്ളം കുടിച്ചാൽ പച്ചവെള്ളത്തിന് മധുരമാണെന്നറിയാം. അതിനു വേണ്ടിയിട്ട് തല്ലുകൂടിയ ഒരു ബാല്യം നമുക്കുണ്ടായി. അതാണ് ഈ ബാല്യത്തിൻ്റെ ഒരുപാട് അനുഭവം. മികച്ച വനിതാ കർഷക നൈനയെ ചടങ്ങിൽ ആദരിച്ചു. വിവിധ ഓണക്കളികളും കലാപരിപാടികളും അരങ്ങേറി. വിവിധ മത്സരജർക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. മമ്മു, സുകുമാരൻ, സ്നേഹലത, സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. പെരുമലയൻ നാടകവും തുടർന്ന് അരങ്ങേറി. തെരുവ് പട്ടികളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ ഭരണകർത്താക്കൾക്ക് ഭീമഹർജി നൽകാനൊരുങ്ങി ജനശബ്ദം മാഹി. മുഴുവൻ സംഘടനകളും ഈ പോരാട്ടത്തിൽ സഹകരിക്കണമെന്ന് ജനശബ്ദം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തെരുവോട്ടികളിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കാൻ ഭരണാധികാരികൾക്ക് ഭീമഹർജി നൽകുമെന്ന് ജനശബ്ദം ഭാരവാഹികൾ മാഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജനങ്ങളിൽ നിന്നും ഒപ്പ് ശേഖരിച്ച് പ്രധാനമന്ത്രി, ലഫ്റ്റനന്റ് ഗവർണർ, മുഖ്യമന്ത്രി, ചീഫ് സെക്രട്ടറി എന്നിവർക്ക് ഒക്ടോബർ ആദ്യവാരം ഭീമഹർജി നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കഴിഞ്ഞ 2 മാസക്കാലമായി മാഹി മേഖലയിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്തത് കാരണം നഗരവും നാട്ടിൻപുറങ്ങളും ചീഞ്ഞു നാറുകയാണെന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. ഇക്കാര്യത്തിൽ അടിയന്തര നടപടി ഉണ്ടാകണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. എന്നാൽ ഓരോ പ്രദേശത്തും തെരുവ് കുട്ടികളുടെ എണ്ണം കൂടിക്കൂടി വരികയും സ്കൂൾ കുട്ടികളെയും മദ്രസയിലെയും ട്യൂഷൻ ക്ലാസ്സുകളിലേക്ക് പോകുന്ന കുട്ടികളെ, മദ്രസയിലേക്ക് പോകുന്ന കുട്ടികളെ, പ്രഭാത സവാരിക്കാരെ, അത് ഇന്ന് വേണ്ട കാൽനട യാത്രക്കാരെ മാത്രമല്ല ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്ന ആളുകളെ പോലും കടന്നാക്രമിക്കുക എന്ന ഒരു നിലപാട് പട്ടികളുടെ ഭാഗത്തുണ്ടായിരിക്കുക. പട്ടികൾ ഒന്നിച്ചല്ല പോകുന്നത്, കൂട്ടം ചേർന്ന് പോവുകയും ഒരു പട്ടി കുറച്ചാൽ ബാക്കിയുള്ള പട്ടികൾ കൂട്ടത്തോടുകൂടി ആളുകളെ ആക്രമിക്കുന്ന ഒരു രീതി. അത് ഭ്രാന്തുള്ള പട്ടികളുണ്ട്, ഭ്രാന്തില്ലാത്ത പട്ടികളുണ്ട്. ഈ തരത്തിൽ ഈ പട്ടികളുടെ ശല്യത്തിൽ നിന്ന് നാടിനെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ജനശബ്ദം ഏറ്റെടുത്തിട്ടുള്ള പരിപാടിയുടെ അന്തിമഘട്ടത്തിലേക്ക് പോവുകയാണ്. ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ തെരുവ് പട്ടികളേക്ക് മാഹിയടിയിലെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് വാസസ്ഥലം ഒരുക്കി അവരെ അവിടെ കൊണ്ടുപോയി നിക്ഷേപിക്കണമെന്ന് ഞങ്ങൾ മയ്യഴി ഭരണകൂടത്തോട് അന്നേ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് സുപ്രീം കോടതി തന്നെ കഴിഞ്ഞ 8-ാം തീയതി ഒരു നിരീക്ഷണത്തോടെ പറഞ്ഞിരിക്കുകയാണ്, ഈ തെരുവ് പട്ടികളെക്ക് പാർപ്പിടം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. പ്രസിഡന്റ് ചാലക്കര പുരുഷു, ജനറൽ സെക്രട്ടറി EK റഫീഖ്, TM സുധാകരൻ, ഷാജി പിണക്കാട്ട്, PK ശ്രീധരൻ മാസ്റ്റർ, ജസീമ മുസ്തഫ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
30 വർഷത്തിലധികം സുരക്ഷിതമായി ബസ് ഓടിച്ച സ്വകാര്യ ബസ് ഡ്രൈവർക്ക് നാടിന്റെ ആദരം. തലശ്ശേരി കരിയാട് കിടഞ്ഞി റൂട്ടിൽ ഓടുന്ന ആരോമൽ ബസ് ഡ്രൈവർ പെട്ടിപ്പാലത്തെ ജയനെയാണ് പുളിയനമ്പ്രം ബാലൻ പീടികയിൽ ജനകീയ കൂട്ടായ്മ ആദരിച്ചത്. 30 വർഷത്തിലധികം സുരക്ഷിതമായി ബസ് ഓടിച്ച സ്വകാര്യ ബസ് ഡ്രൈവർക്ക് നാടിന്റെ ആദരം. തലശ്ശേരി കരിയാട് കിടഞ്ഞി റൂട്ടിലോടുന്ന ആരോമൽ ബസ് ഡ്രൈവർ പെട്ടിപ്പാലത്തെ ജയനെയാണ് പുളിയനമ്പ്രം ബാലൻ പീടികയിൽ ജനകീയ കൂട്ടായ്മ ആദരിച്ചത്. പാനൂർ നഗരസഭ മുൻ അധ്യക്ഷ KV റംല ഉപഹാരം നൽകി. തലശ്ശേരി കരിയാട് റൂട്ടിലോടുന്ന ആരോമൽ ബസ്, ആ ബസ്സിൽ 30 വർഷമായിട്ട് സ്തുത്യർഹമായ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന ബഹുമാനായ ജയൻ അവരെ ഇന്ന് ആദരിച്ചിരിക്കുകയാണ്. ഇതിലൂടെ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ പ്രദേശത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ ഏറ്റവും നല്ല രീതിയിൽ സേവനം നടത്തുന്നവരെ ആദരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യവും കൂടിയാണ്. ഇതിന് നേതൃത്വം കൊടുത്ത എല്ലാവർക്കും, ഏറ്റവും നന്നായി ഇതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുള്ള എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമായിട്ട് മാറണമെന്ന് കൂടിയാണ് എല്ലാവരോടുമായിട്ട് പറയാനുള്ളത്. നഗരസഭാ കൗൺസിലർ മുസ്തഫ കല്ലുമൽ, കരീം പീറ്റയുള്ളതിൽ, VV ഷഫീഖ്, P രവീന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. കരിയാട് റൂട്ടിലായിരുന്നു ആദ്യം പ്രണാം ബസ്സായിരുന്നു എടുത്തിരുന്നത്. ആ സമയത്ത് മുതൽ എല്ലാവർക്കും ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ജയേട്ടൻ. അതുകൊണ്ട് കുറേ ദിവസമായി ഇങ്ങനെ ജയേട്ടനെ ഒന്ന് ആദരിക്കണമെന്ന് ഇവിടെ എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്നു. അങ്ങനെ ഇന്ന് എല്ലാവരെയും ഒത്തുകിട്ടി ജയേട്ടൻ പോലും അറിയാതെ പെട്ടെന്ന് ബസ് നിർത്തി നമ്മൾ ആദരിക്കുകയായിരുന്നു. ഒരു നല്ലൊരു വ്യക്തി, ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ലാത്ത, എവിടെ സ്റ്റോപ്പ് നോക്കാതെ ചിലപ്പോൾ സ്ഥിരമായി ബസ്സിൽ കയറുന്ന ആളുകളെ എവിടെ കണ്ടാലും അവിടെ നിർത്തി കയറ്റുകയും ഒരു നല്ലൊരു വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ജയേട്ടൻ. അദ്ദേഹത്തിന് ആദരിച്ച് എല്ലാവരോടും ഞാൻ ഇവിടെ സഹകരിച്ച മുഴുവൻ ആളുകളോടും നന്ദി പറയുകയാണ്. 30 വർഷത്തിലധികമായി കരിയാട് കിടഞ്ഞി റൂട്ടിൽ ബസ് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ വളരെ സുരക്ഷിതത്വത്തോടും മാന്യമായി ജനങ്ങളോടുള്ള പെരുമാറ്റം, അതാണ് ഒരു ബസ് ഡ്രൈവർക്ക് ഏറ്റവും വേണ്ടത്. കാരണം ബസ് ഡ്രൈവർ എന്ന് പറയുന്നത്, ബസ് തൊഴിലാളികൾ എന്ന് പറയുന്നത് ബഹുജനങ്ങളിൽ നിന്ന് വളരെയധികം മോശപ്പെട്ട അനുഭവങ്ങൾ, കാരണം ആ രീതിയിൽ ബസ്സിൽ ജോലി ചെയ്ത ആൾ എന്നുള്ള എനിക്ക് അറിയുന്നത്. അപ്പോൾ ജയേട്ടന്റെ പെരുമാറ്റമാണ് ഇത്രയും കാലം ഒരേ റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിൽ ജോലി ചെയ്യാൻ അവസരം ലഭിച്ചിട്ടുള്ളത്. ബസ് പലതും മാറി. ഒരു ദിവസം 10 മണിക്ക് പഴയ 1982 മുതൽ ഓട്ടോറിക്ഷ ഓട്ടുന്ന ആളാണ് ജയേട്ടൻ. ഒരു ദിവസം രാവിലെ 10 മണിക്ക് ബേബി ബസ്സിൽ ഡ്രൈവറില്ല എന്നൊരു പ്രതിസന്ധി വന്നപ്പോൾ ജയേട്ടൻ ബസ്സിലെ ഡ്രൈവറായിട്ട് കയറിയതാണ്. അന്ന് തൊട്ട് ഇന്നോളം മുടങ്ങാതെ വ്യക്തിപരമായ ആവശ്യത്തിന് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ ബസ്സിൽ നമ്മളെ മുമ്പ് കൂടി ജയേട്ടൻ ഒരു പൊതുജനങ്ങളെയും കൊണ്ട് സർവീസ് നടത്തുന്നത് നമ്മൾ കാണുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, സുരക്ഷിതമായ ഡ്രൈവിങ്ങിനോടൊപ്പം കുട്ടികളോടും മുതിർന്നവരോടും മറ്റ് വാഹനങ്ങളോടും നല്ല രീതിയിൽ പെരുമാറുകയും ചെയ്യുന്ന ഒരു ഡ്രൈവറാണ് ജയേട്ടൻ. വിളക്കിലൊഴിക്കാൻ മണ്ണെണ്ണയ്ക്ക് വേണ്ടിയുള്ള പെർമിറ്റിന് അപേക്ഷിക്കാനുള്ള സാക്ഷ്യപത്രത്തിന് ചെന്ന ഷീലയുടെ വീട്ടിലേക്കെത്തിയത് മനവും വീടും നിറയുന്ന വൈദ്യുതി വെളിച്ചം. വാർത്ത കാണാം. വിളക്കിലൊഴിക്കാൻ മണ്ണെണ്ണയ്ക്ക് വേണ്ടിയുള്ള പെർമിറ്റിന് അപേക്ഷിക്കാനുള്ള സാക്ഷ്യപത്രത്തിന് ചെന്ന ഷീലയുടെ വീട്ടിലേക്കെത്തിയത് മനവും വീടും നിറയുന്ന വൈദ്യുതി വെളിച്ചമാണ്. വൈദ്യുതീകരിക്കാത്ത വീടാണെന്ന സാക്ഷ്യപത്രത്തിനു വേണ്ടിയാണ് കണ്ണൂർ ജില്ലയിലെ ഇരുവേരി പുലിദേവ ക്ഷേത്രത്തിന് സമീപത്തെ ശ്രീനിലയത്തിൽ VV ഷീല പെർളശ്ശേരി വൈദ്യുത ബോർഡ് സെക്ഷൻ ഓഫീസിലെത്തിയത്. വീട് ഇതുവരെ എന്തുകൊണ്ട് വൈദ്യുതീകരിച്ചില്ലെന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ C ഷാജിയുടെ ചോദ്യത്തിന് ലൈഫ് ഭവന പദ്ധതിയിൽ പണിതു കിട്ടിയ വീട്ടിൽ വയറിംഗ് നടത്താൻ പണമില്ലെന്ന് ഷീല. പിന്നെ കാര്യങ്ങളെല്ലാം വേഗത്തിലായിരുന്നു. ഷാജിയുടെയും സബ് എഞ്ചിനീയർ O ആദിത്യന്റെയും ഓവർസിയർ KP രമേശിന്റെയും നേതൃത്വത്തിൽ സെക്ഷനിലെ ജീവനക്കാർ വയറിംഗിന് ആവശ്യമായ സാധനങ്ങൾ സ്വന്തം നിലയ്ക്ക് വാങ്ങി. വൈദ്യുതീകരണ ജോലികൾ വേഗം പൂർത്തിയാക്കി. വീട്ടിൽ വൈദ്യുതി വിളക്കിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടന്നു. വർഷങ്ങളായി വൈദ്യുതി വെളിച്ചത്തിന് കാത്തിരുന്ന ഞങ്ങൾക്ക് കിട്ടിയ ഓണസമ്മാനമാണിതെന്ന് ഷീലയും ഭർത്താവ് ശ്രീകുമാറും പറഞ്ഞു. ശ്വാസം മുട്ടപ്പോ പൊടി പറഞ്ഞോണ്ട് ഫാനും നോക്കാൻ പറ്റില്ല. കുറച്ച് കറണ്ട് കിട്ടിയതിൽ സന്തോഷിച്ച്. ലൈഫിന്റെ പദ്ധതി അല്ലേ? അത് ആ വീട്ടിൽ നിന്ന് ഞങ്ങളെല്ലാ സാധനം ഇവിടെ ഇറക്കിയ
അപ്പൊ ഞങ്ങൾക്ക് പൈസ ഒന്നും എത്തിയിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ആയി. ആ വീട്ടിൽ ആഡംബരം വരും നമ്മളെ മുറ്റത്തിങ്ങനെ വന്നിട്ട് അതുകൊണ്ട് പണിയെടുക്കാൻ കഴിയാതുകൊണ്ട് എല്ലാം കൂലി കൊടുത്തിട്ട് എല്ലാം അങ്ങനെ കൊണ്ടുവരണ്ടേ. ഇവിടെ വെള്ളം ഇട്ട് വെക്കും. അപ്പൊ എന്റെ ഭാര്യന്റെ ചേച്ചിന്റെ എപ്പോ ലൈറ്റ് അവിടെ ഇട്ട് വെക്കും, ഫോണ് ചാർജ് ചാർജ് അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം കൊണ്ട് കൊടുക്കും. അങ്ങനെയല്ല ഇത് കിട്ടിയപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തന്നെയാണ്. ഇത് പരിപൂർണമായിട്ടും KCB-കാരോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. വലിയ ഉപകാരമാണ്. കാരണം വെച്ച് കഴിഞ്ഞാല് പിന്നെ എന്റെ ഭാര്യ പെർമിറ്റിന് പോയി, മണ്ണെണ്ണന്റെ പെർമിറ്റിന് പോയപ്പോ അവര് ചോദിച്ച് മണ്ണെണ്ണ വേണോ കറണ്ട് വേണോ എന്ന് ചോദിച്ചു. അപ്പൊ എന്റെ ഭാര്യ പറഞ്ഞു പിന്നെ വേറെ നിവൃത്തിയില്ല, കറണ്ടിന് വേറെ ഇതില്ല. അപ്പൊ KCB-കാര് മുൻകൈ എടുത്തിട്ട് ഒരു പൈസ പോലും എന്റെ ഇത് വാങ്ങാതെ, എന്റെ കുടുംബത്തോട് വാങ്ങാതെ, അല്ലെങ്കിൽ എന്റെ ഫാമിലി കുടുംബത്തോട് ചോദിക്കാതെ എല്ലാം ഇതാക്കി. ഇത് KCB-കാരോട് പ്രത്യേകം നന്ദി. അതോടൊപ്പം സഹകരിച്ച പിന്നെ നമ്മളെ മെമ്പർ മൺകട്ട കൊണ്ട് നിർമ്മിച്ച കൊച്ചു വീട്ടിലായിരുന്നു ഷീലയും ശ്രീകുമാറും താമസിച്ചിരുന്നത്. കാലപ്പഴക്കത്താൽ ആ വീട് താമസയോഗ്യമല്ലാതായി. 2022 ഇവർ ലൈഫ് പദ്ധതിയിൽ ലഭിച്ച വീട്ടിൽ താമസം ആരംഭിച്ചത്. സാമ്പത്തിക പരാധീനത കാരണം വീട് വൈദ്യുതീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കൂലിപ്പണിക്കാരനായ ശ്രീകുമാറിന് ജോലിയും കുറവായിരുന്നു. കുടകിലും മറ്റ് തേപ്പ് പണിക്ക് പോയി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയെങ്കിലും വൈദ്യുതീകരണം നീണ്ടു. വല്ലപ്പോഴും കിട്ടുന്ന 1/2 ലിറ്റർ മണ്ണെണ്ണ വിളക്ക് കത്തിക്കാനും തികയാതെയായി. അങ്ങനെയാണ് പെർമിറ്റിന് അപേക്ഷിക്കാൻ വൈദ്യുതി ഓഫീസിൽ എത്തിയത്. ഒരു 11 മണിയോടുകൂടി ഇവിടെ വന്നിട്ട് ഓഫീസിൽ വന്നിട്ട് എന്നോട് പിന്നെ മണ്ണെണ്ണ കൂടുതൽ കിട്ടാൻ വേണ്ടി നിലവിൽ വൈദ്യുതീകരിച്ചിട്ടില്ല എന്നുള്ളൊരു സാക്ഷ്യപത്രം ആവശ്യപ്പെട്ടാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവർക്ക് നിലവിൽ മണ്ണെണ്ണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിന് മണ്ണെണ്ണ വിളക്കിലാണ് അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന്. അത് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇനി സാധിക്കൂ. അതിനൊരു സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ വൈദ്യുതീകരിക്കാത്തത്. അപ്പം 3 വർഷത്തോളമായി താമസം, എങ്കിലും സാമ്പത്തിക പ്രശ്നം കൊണ്ട് വൈദ്യുതീകരിക്കാൻ പറ്റിയിട്ടില്ല എന്നവർ പറഞ്ഞു. അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷെ പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല. ഇലക്ട്രിക് വയർമാൻമാർക്ക് വന്ന് നോക്കിപ്പോയി, എസ്റ്റിമേറ്റൊക്കെ പറഞ്ഞതൊക്കെ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഉടനെ ഇതിൽ തന്നിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉടനെ നമ്മൾ കൊടുക്കണമെങ്കിൽ അവിടെ പോയി ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് വേണം അത് കൊടുക്കാൻ. അപ്പം സബ് എഞ്ചിനീയറിനെയും ഓവർസിയറെയും സബ് എഞ്ചിനീയർ ആയിത്തേനെയും ഓവർസിയർ രമേശിനെ അത് ഏൽപ്പിച്ചു. അവർ പോയി, അവർ ഇവിടുന്ന് ഉടനെ തന്നെ അത് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഒരു 1-2 ദിവസങ്ങൾക്ക് സമയം തരൂ, ഞാൻ ആലോചിച്ച് പറയാം എന്ന് പറഞ്ഞിട്ടാണ് അവരെ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അവർ പോയപ്പോഴാണ് പറഞ്ഞത് വളരെ അവർക്ക് വയർ ചെയ്യാനാവില്ല, വളരെ ദയനീയമായ അവസ്ഥയാണ് അവരവസ്ഥ. അപ്പോൾ നമുക്ക് പറ്റുമെങ്കിൽ ഇത് വയർ ചെയ്ത് കൊടുക്കാമെന്ന് ഇവരാണ് എന്നോട് ശേഷം മുന്നിട്ട് വെച്ചത്. ഉടനെ നമ്മുടെ ആൾക്കാർ അത് ഏറ്റെടുക്കുകയും. പാനൂർ PR ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഗ്രന്ഥശാല ദിനം ആചരിച്ചു. KP മോഹൻ MLA പതാക ഉയർത്തി. ആദ്യകാല ഗ്രന്ഥശാല പ്രവർത്തകനായ കൂരാറയിലെ K. കുമാരനെ KP മോഹനൻ MLA പൊന്നാടി അണിയിച്ചും ഉപഹാരം നൽകിയും ആദരിച്ചു. സംഘീയമായ പത്രം കാര്യങ്ങളിൽ ഇടപെടാനും രാഷ്ട്രീയപരമായിട്ടും സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ സ്വീകരണവാനക്കാരിയോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. പിന്നീട് PR ലൈബ്രറിയിൽ വന്നപ്പോൾ എങ്ങനെയായിരിക്കണം ലൈബ്രറി പ്രവർത്തനം, എങ്ങനെയായിരിക്കണം ഈ ലൈബ്രറിയെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ മുന്നോട്ട് പോകണം. നമ്മുടെ പ്രിയപ്പെട്ട കുമാരകന്യാണ് നിങ്ങളോട് ആദരിക്കുന്നത്. ആ ആദരവ് സ്നേഹപൂർവ്വം ഏറ്റുവാങ്ങണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കൂടുതൽ കാര്യമെടുക്കുന്ന കടക്കാലം KP രമേശ് ബാബു പ്രഭാഷണം നടത്തി. കരുവാങ്കണ്ടി ബാലൻ, ജയചന്ദ്രൻ കരിയാട്, K. സിനി, NB ദീപ്ന എന്നിവർ സംസാരിച്ചു. ഏറ്റവും സംതൃപ്തമായ ഒരു നിമിഷം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 1947 ആ 47 മുഖേന സുഹൃത്തിനെ മനസ്സിലാക്കാൻ എൻ്റെ അച്ഛൻ ആകെ ഒരു ചെറിയ സ്ഥലം ഞങ്ങൾ ആ നാട്ടിൽ പലരെയും സമർപ്പിച്ചു സ്ഥലം കൊടുക്കാതെ. എൻ്റെ അച്ഛൻ്റെ അച്ഛൻ പറഞ്ഞാൽ ചെറിയ സ്ഥലം കൊടുക്കാൻ പറ്റും. ഉടനെ അച്ഛൻ പറഞ്ഞു, അച്ഛാ നമുക്ക് ജനങ്ങളല്ലേ വേണം, സ്വത്തല്ലേ. അങ്ങനെ സൗജന്യമായ നൽകിയ സർക്കാരിന് സുഹൃത്തിനെ ആ പ്രദേശത്ത് വെക്കാൻ. ആ സ്ഥലത്തിൽ ആളുകൾ പീടികയിൽ പോകും, പറയും വായനശാലയിൽ പോകും.
എന്തിന് ആട്ടുപുറത്തും മറ്റു പ്രദേശത്തും ആളുകളും സൂചന ആൻസർ വായനശാലയ്ക്ക് പോകുക അത്രമാത്രം ജനഹൃദയ. അതുപോലെ തന്നെ എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മ വേറെ കല്യാണം കഴിച്ചു, വിദ്യാഭ്യാസം നാടാൻ ശ്രമിച്ചു. പക്ഷേ എൻ്റെ സുഹൃത്തുക്കളുടെ ഉദ്യോഗസ്ഥന്മാരും സാംസ്കാരിക സാമൂഹ്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നു. അവരെന്നെ ഉയർത്തിക്കൊണ്ടുവന്നു. സർക്കാർ ജോലി കിട്ടുന്ന പഞ്ചായത്തിലാദ്യം. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ഈ പ്ലാനറ്റ് ഓണാടെ കറിക്കരയ്ക്കാൻ മിക്സി, ഇനി അരച്ചു കൂട്ടുന്ന ചട്നി, അതിന് വിൽക്കണ്ട നീ നിന്റെ കിഡ്നി. ഇനി തണുത്തിരിക്കുവാൻ AC, തുണി നനയ്ക്കുവാൻ വാഷിംഗ് മെഷീനും, ചൂടാക്കാൻ ഓവൻ ഓണാക്കി കൂടാക്കാൻ ഫ്രിഡ്ജും ഉണ്ട്. സിനിമ കാണുവാൻ TV വെച്ചിട്ട് ഓണം ഓണാണ്. ഈ ഓണം ഓണാണേ, ആളുണ്ട് പേരുണ്ട്. ഈ ഓണം ഓണാണേ, ഈ പ്ലാനറ്റ് പോവണ്ടേ. ഈ ഓണം ഓണാണേ, ആളുണ്ട് പേരുണ്ട്. ഈ ഓണം ഓണാണേ, ഈ പ്ലാനറ്റ് പോവണ്ടേ. നാട് മുഴുവൻ ഓണാക്കി ഈ പ്ലാനറ്റിൽ മഹാവിലക്കുറവിന്റെ ഓണാഘോഷം. ഈ പ്ലാനറ്റ് ഓണം ഓണാണ്. വരൂ, ഈ ഓണത്തിന് നിങ്ങളുടെ വീടും ഓണാക്കാം. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc Data Science, BSc Psychology, MBA, MCA, കൂടാതെ CMA, CAT, Logistics, Cyber Security and Ethical Hacking, Aviation എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്നതുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. അരോമ സൂപ്പർ മാർക്കറ്റ്, പള്ളൂർ. നിത്യോപയോഗ സാധനങ്ങളുടെ കലവറയുമായി അരോമ സൂപ്പർ മാർക്കറ്റ് പള്ളൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗുണമേന്മയേറിയ ധാന്യങ്ങൾ, പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, ബേക്കറി ഐറ്റംസ്, ഫ്രഷ് മീറ്റ്, ഡ്രൈ ഫ്രൂട്ട്സ്, സ്റ്റേഷനറി ഐറ്റംസ്, പ്ലാസ്റ്റിക്, സ്റ്റീൽ പാത്രങ്ങൾ, ഫാൻസി ഗിഫ്റ്റ് ഐറ്റംസ് തുടങ്ങി വീടിനാവശ്യമായതെല്ലാം മിതമായ വിലയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ ഉപഭോക്താക്കൾക്കായി നറുക്കെടുപ്പിലൂടെ ഇലക്ട്രിക് സ്കൂട്ടർ, TV തുടങ്ങി നിരവധി സമ്മാനങ്ങളും. അരോമ സൂപ്പർ മാർക്കറ്റ്, ആലി സ്കൂൾ റോഡ്, പള്ളൂർ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry.
Gold. Talasheri, Kannur, Kozhikode. ഈ ഓണക്കാലം ആഘോഷങ്ങൾക്കായി ഒരുങ്ങാം ഹോം ഡെക്കോറിനൊപ്പം. ഓഗസ്റ്റ് 21 മുതൽ സെപ്റ്റംബർ 12 വരെ ഹോം ഡെക്കോറിൽ ഓണം സ്പെഷ്യൽ ഓഫേഴ്സ്. 3-door wardrobe, 2-door wardrobe, 4-seat kitchen table set with marble, wooden 3-seat sofa acacia, wooden 2-seat sofa acacia, 5x3 dining table 6-piece chair set, 3-seat bench, 5-seat corner sofa set, 6-seat corner sofa set, 5-seat corner sofa set, 75x60x6 inch, 75x72x6 inch. Buy one get one mattresses, 4 pillow and bed sheet free. 3-door bedroom set, 4-door bedroom set, 4-door UV bedroom set. കൂടാതെ 10,000 രൂപയുടെ ഓരോ പർച്ചേസിനും ബമ്പർ ലക്കി കൂപ്പൺ നേടൂ. ഒപ്പം നിരവധി സമ്മാനങ്ങളും. ആഘോഷമാക്കാം ഈ പൊന്നോണം ഹോം ഡെക്കോറിൽ. ഹോം ഡെക്കോർ, പല്ലൂർ, ചൊക്ലി, അഞ്ചരക്കണ്ടി. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803, 9497360333. വാർത്തകൾ തുടരുന്നു. കണ്ണൂർ ജില്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ ഷോപ്പ് എംപ്ലോയീസ് യൂണിയൻ CITU പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികൾക്ക് ഉപഹാരങ്ങൾ നൽകി. കണ്ണൂർ C. കണ്ണൻ സ്മാരക മന്ദിരത്തിലാണ് പരിപാടി നടന്നത്. സംഘടനാ ജില്ലാ സെക്രട്ടറി VV ബാലകൃഷ്ണൻ കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്തു. പ്രത്യേകമായിട്ട് ഒരു ചടങ്ങ് നമ്മൾ ഏർപ്പാട് ചെയ്യാതിരിക്കും. അപ്പൊ നമ്മളന്ന് തീരുമാനിച്ചത് ഇനിയിപ്പോ നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി പറ്റൂല. അതുകൊണ്ട് അടുത്ത ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വെച്ചിട്ട് ഈ അവാർഡ് വിതരണം കൊടുക്കണമെന്ന് തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മൾ ഈ അവാർഡ് വിതരണം പ്ലാൻ ചെയ്തിട്ടുള്ളത്. ജില്ലാ വൈസ് പ്രസിഡന്റ് VK രേഷ്മ ചടങ്ങിൽ അധ്യക്ഷയായി. PP രാജേഷ്, KK സഞ്ജന തുടങ്ങിയവർ സംസാരിച്ചു. സ്നേഹക്കൂട് വാട്സാപ്പ് ഗ്രൂപ്പ് അംഗങ്ങൾ തലശ്ശേരി ചിൽഡ്രൻസ് ഹോമിലെ കുട്ടികളോടൊപ്പം ഓണാഘോഷം സംഘടിപ്പിച്ചു. പ്രഭാഷകനും പോലീസ് ഓഫീസറുമായ രംഗീഷ് കടവത്ത് ഉദ്ഘാടനം ചെയ്തു. സ്നേഹക്കൂട് വാട്സപ്പ് ഗ്രൂപ്പ് അംഗങ്ങൾ തലശ്ശേരി ചിൽഡ്രൻസ് ഹോമിലെ കുട്ടികളോടൊപ്പം ഓണാഘോഷം സംഘടിപ്പിച്ചു. പ്രഭാഷകനും പോലീസ് ഓഫീസറുമായ രംഗീഷ് കടവത്ത് ഉദ്ഘാടനം ചെയ്തു. ഒന്ന് തലോടാൻ, ഒന്ന് സ്പർശിക്കാൻ കഴിയുന്ന നല്ല കൂട്ടുകാരുണ്ട് എങ്കിൽ, നല്ല സൗഹൃദങ്ങൾ ഉണ്ട് എങ്കിൽ നമ്മൾ ജീവിതത്തിൽ വിജയിക്കും. ഞാൻ നോക്കുമ്പോൾ നിങ്ങളെ ചേർത്ത് പിടിക്കാൻ, നിങ്ങളെ ചേർത്ത് ഇരുത്താൻ, നിങ്ങളോടൊപ്പം ഇരിക്കാൻ കുറേ കുടുംബാംഗങ്ങൾ മക്കളോടൊപ്പം, ഫാമിലിയോടൊപ്പം വന്നത് കാണുമ്പോൾ എനിക്ക് അതിലേറെ സന്തോഷമുണ്ട്. എന്തായാലും ഞാനും ഒരു ദിവസം ഭാര്യയും മക്കളുമായിട്ടെല്ലാം ഇവിടെ വരുന്നുണ്ട്. നമ്മുടെ മക്കളൊക്കെ ഇവരോടൊപ്പം കളിക്കട്ടെ, ഇവരെ അറിയട്ടെ. ഇങ്ങനെ കുറേ മനുഷ്യ ജന്മങ്ങൾ ഇങ്ങനെ ഈ ലോകത്ത് ജീവിതത്തോട് പൊരുതി ജീവിക്കുന്നുണ്ട് എന്ന് കണ്ടു വളരുന്ന ഒരു മനുഷ്യ ജന്മവും ജീവിതത്തിൽ തോറ്റുപോവില്ല. എനിക്ക് ഈ മക്കളോട് പറയാനുള്ള എന്താ അറിയോ, സ്വപ്നങ്ങൾ കാണാൻ മാത്രം പഠിച്ചാൽ മതി. ആ സ്വപ്നത്തിനിടയിൽ അച്ഛനും അമ്മയും വേറെ ആരും ഉണ്ടാവില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ സ്വപ്നം കാണുക. ആരാകണം, അതാരും ആവാം. ഡോക്ടറാവാം, കളക്ടറാവാം,
അല്ലെങ്കിൽ ഏതെങ്കിലും പാട്ടുകാരനാവാം, ആരുമാവാം. അങ്ങനെ ആരാവണം എന്നുള്ള സ്വപ്നം കണ്ടുണരുന്ന ഒരു കുട്ടിക്ക് അതിന്റെ നടുവിലൊന്നും ഒരു തടസ്സം ഉണ്ടാവില്ല. ശരിക്കും ഈ കാലഘട്ടത്തിൽ എല്ലാവരും അനാഥർ തന്നെയാണ്, ശരിയല്ലേ? 10ാം ക്ലാസ് കഴിയുമ്പോൾ മെഡിക്കൽ എൻട്രൻസ് കോച്ചിങ്ങിന് കോട്ടയത്ത് VC തോമസിന്റെ അടുത്ത് കൊണ്ടുപോയി ചേർക്കുമ്പോൾ, അല്ലെങ്കിൽ സൈലത്തിലേക്ക് കൊണ്ടുപോയി ചേർക്കുമ്പോൾ അച്ഛനും അമ്മയും എല്ലാം ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ ഫോൺ പോലും ഉപയോഗിക്കാൻ കഴിയാതെ ശരിക്കുള്ളൊരു മറ്റൊരു മന്ദിരത്തിലേക്കാണ് നമ്മുടെ പുതിയ തലമുറയെ കൊണ്ടിടുന്നത്. അപ്പോൾ അതിലൊന്നും യാതൊരു സങ്കടം, അത് കണ്ടു വളരുന്ന ഒരു കുട്ടിക്ക് ഇതൊരു വിഷയമേ ഉണ്ടാവില്ല. അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഈ ഒരു ചേർത്ത് പിടിക്കലിന് അതാണ് എൻ്റെ ഏറ്റവും വലിയ, എനിക്ക് ഏറ്റവും സന്തോഷമായത്. ചെന്നൈയിൽ നിന്നും കോയമ്പത്തൂരിൽ നിന്നൊക്കെ നല്ല നല്ല മനുഷ്യന്മാർ ഈ വേദിയിലേക്ക് ലീവെടുത്ത് വന്നു എന്ന് തന്നെ വലിയ കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊരു ഉപദേശം മാത്രമേ നൽകാറുള്ളൂ. ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ, ഈ ലോകത്ത് മുന്നോട്ട് പോകണമെങ്കിൽ അച്ഛനും അമ്മയും അച്ചാച്ചനും അമ്മമ്മയും ഒന്നുമല്ല ആവശ്യം, നല്ല മനുഷ്യനാവുക എന്നതാണ് ആവശ്യം. ഞാനൊരു ചോദ്യങ്ങളോട് ചോദിക്കും, നിങ്ങൾ മനുഷ്യന്മാരാണോ? എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ആളുകൾ, റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഇരിക്കുന്ന ആളുകളൊക്കെ മനുഷ്യന്മാർ തന്നെയാണോ? യെസ് ഓർ നോ? എവിടെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ മനുഷ്യന്മാരാണോ? യെസ് ഓർ നോ? വെരി ഗുഡ്. നിങ്ങളെ സ്ഥിതി എന്താണ്? പക്ഷെ നിങ്ങളെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നേ ഇല്ല. അതാണ് വിഷയം. രണ്ട് സൈഡിൽ അതില്ല. ഇവിടെ ആരോ പിടിച്ചു കൂട്ടിക്കൊണ്ടുപോകുന്ന പോലെയാണ് നിങ്ങളെ തോന്നുന്നത്. മനുഷ്യന് 4-5 പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളുള്ള ഒരു മനുഷ്യനും ജീവിതത്തിൽ ഒരിടത്തും തോറ്റുപോകില്ല. അതുകൊണ്ട് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് മനുഷ്യനാവുക എന്നതാണ്. ഇവിടുന്ന് ശരിക്കും സാറേ സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ആരാണ് കുട്ടികൾ, ആരാണ് പുറത്തുനിന്ന് വന്നതെന്ന് മനസ്സിലാകുന്നില്ല. എല്ലാവരും ഇങ്ങനെ തന്നെ ഒരു സങ്കടമുള്ള എന്തെല്ലോ ഒരു ഭാവത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ നിമിഷം മുതൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? എനർജറ്റിക് ആയിട്ടൊരു മനുഷ്യനെ പോലെ പെരുമാറുക. രമേശ് ടി ചെന്നൈ അധ്യക്ഷനായി. വിജയകുമാരി പ്രാർത്ഥന നടത്തി. നഗരസഭാ കൗൺസിലറും സാഹിത്യകാരിയുമായ പ്രമീള ടീച്ചർ, ചിൽഡ്രൻസ് ഹോം ചെയർപേഴ്സൺ മുഹമ്മദ് അഷ്റഫ് എന്നിവർ സംസാരിച്ചു. അജിത സുരേഷ് സ്വാഗതവും സുരേഷ് കോയമ്പത്തൂർ നന്ദിയും പറഞ്ഞു. ഓണക്കോടി വിതരണം, മാവേലി, വിവിധ കലാപരിപാടികൾ എന്നിവ നടന്നു. പിണറായി വെസ്റ്റിലെ സി മാധവൻ സ്മാരക വായനശാല ബാലവേദിയുടെ കുട്ടികൾ ഉന്തുവണ്ടികളുമായി വായനശാല പരിധിയിലെ മുഴുവൻ വീടുകളിലും കയറി പത്രങ്ങളും മറ്റ് പഴയ ആക്രി സാധനങ്ങളും ശേഖരിച്ചു. മികച്ച സംവിധായകനുള്ള സംസ്ഥാന സിനിമാ പുരസ്കാരം നേടിയ ടി ദീപേഷ് സംവിധാനം ചെയ്യുന്ന സുദീപ്തം എന്ന സിനിമയുടെ നിർമ്മാണത്തിനു വേണ്ടിയാണ് കുട്ടികൾ വേറിട്ട പ്രവർത്തനങ്ങളുമായി രംഗത്തിറങ്ങിയത്. മികച്ച സംവിധായകനുള്ള സംസ്ഥാന സിനിമാ പുരസ്കാരം നേടിയ ടി ദീപേഷ് സംവിധാനം ചെയ്യുന്ന സുദീപ്തം എന്ന സിനിമയുടെ നിർമ്മാണത്തിനു വേണ്ടിയാണ് കുട്ടികൾ വേറിട്ട പ്രവർത്തനവുമായി രംഗത്തിറങ്ങിയത്. ആക്രി സാധനങ്ങൾ പെറുക്കി വിൽപ്പന നടത്തി അതിലൂടെ ലഭിക്കുന്ന കാശ് സിനിമാ നിർമ്മാണത്തിന് നൽകാൻ ഒരുങ്ങുകയാണ് ഈ ബാലവേദി. കേരളത്തിൽ ആദ്യമായാണ് ഒരു വായനശാല ജനകീയ സിനിമാ നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്നത്. ബാലവേദി അംഗങ്ങളായ ധ്യാൻചാൻ, യദുനന്ദ്, ദിയാന, സങ്കീർത്ത്, ശിവകീർത്ത്, നിവേദ്, ശ്രീഹരി എന്നിവർ നേതൃത്വം നൽകി. സിനിമയുടെ ചിത്രീകരണം സെപ്റ്റംബർ 20 മുതൽ 30 വരെ പിണറായി വെസ്റ്റ്, മേലൂർ കലാമന്ദിരം, ചക്കരക്കൽ, പാതിരിയാട് എന്നിവിടങ്ങളിലായി നടക്കും. സ്വിച്ച് ഓൺ കർമ്മം 20 രാത്രി 7 മണിക്ക് വായനശാല പരിസരത്ത് നടക്കുന്ന ചടങ്ങിൽ എം വിജിൻ MLA നിർവഹിക്കും. അഡ്വക്കേറ്റ് വി പ്രദീപൻ ചെയർമാനായും KK സനൽകുമാർ കൺവീനറായുമുള്ള വിപുലമായ സംഘാടക സമിതിയാണ് ജനകീയ സിനിമാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. തലശ്ശേരി വടക്കുംപാട് SN പുരം ശ്രീനാരായണ വായനശാല ആൻഡ് ഗ്രന്ഥാലയം 1 വർഷക്കാലം നീണ്ടുനിൽക്കുന്ന സപ്തതി ആഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ സംഘടിപ്പിക്കും. സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം കൂത്തുപറമ്പ് ACP KV പ്രമോദൻ നിർവഹിച്ചു. വടക്കുംപാട് SN പുരം ശ്രീനാരായണ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ സപ്തതി ആഘോഷത്തിന്റെ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. കൂത്തുപറമ്പ് ACP KV പ്രമോദൻ നിർവഹിച്ചു. അതിവിപുലമായ പരിപാടികളുടെ ഒരു ദേശത്തിൻ്റെ തലവര മാറ്റിക്കുറിച്ച മഹത്തായ ഒരു നാമം, ആ നാമം സ്ഥിതി ചെയ്യുന്ന ഈ ഒരു വായനശാല ഗ്രന്ഥാലയത്തിൻ്റെ ഈ ഒരു പരിപാടിയിൽ സംബന്ധിക്കാൻ സാധിച്ച വലിയൊരു മഹാഭാഗ്യമായി കരുതുകയാണ്. കാരണം ഞാൻ ഇത്തരത്തിലൊരു ലൈബ്രറി ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു പ്രദേശത്തിൻ്റെ സൗന്ദര്യവും ഒരു പുഴയോരത്ത് ഇത്രയും അതിമനോഹരമായ രീതിയിൽ പണിതുയർത്തിയിട്ടുള്ള ഒരു 3 നില കെട്ടിടം.
സംഘാടക സമിതി ചെയർമാൻ മുകുന്ദൻ മഠത്തിൽ അധ്യക്ഷനായി. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR വസന്തകുമാർ, എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P വിജു, പനോളി ആണ്ടി എന്നിവർ സംസാരിച്ചു. രമേശൻ പനോളി സ്വാഗതവും T മനോഹരൻ നന്ദിയും പറഞ്ഞു. NE ബാലറാം പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ഗ്രന്ഥശാല ദിനാചരണം സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം പതാക ഉയർത്തിക്കൊണ്ട് ലൈബ്രറി പ്രസിഡന്റും CPI സംസ്ഥാന കൗൺസിൽ അംഗവുമായ CN ചന്ദ്രൻ നിർവഹിച്ചു. NE ബാലറാം പബ്ലിക് ലൈബ്രറിയിൽ ഗ്രന്ഥശാല ദിനാചരണത്തിന്റെ ഉദ്ഘാടനം CPI സംസ്ഥാന കൗൺസിൽ അംഗം CN ചന്ദ്രൻ നിർവഹിച്ചു. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് അടുക്കും ചുറ്റും നൽകിയിട്ടുണ്ട്. ഗ്രന്ഥശാല പ്രസ്ഥാനം വിജയിപ്പിക്കാൻ PN മെഡിക്കൽ കോളേജ് പങ്ക് വളരെ വലുതാണ്. എന്നാൽ മലബാർ മേഖലയിൽ ആദ്യമായി ഗ്രന്ഥശാല രൂപീകരണത്തിന് നേതൃത്വം കൊടുത്തത് സഖാവുക്കിയതാണ്. ദാമോദരനെ കൂടി ഈ സന്ദർഭത്തിൽ ഓർക്കുന്നതുകൊണ്ട് നാടാകെ കട്ടഴിച്ചു വിട്ട അക്ഷരമറിയാനും അറിവാർജിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നാട്ടിലെ തൊഴിലാളികളും ബഹുജനങ്ങളും എല്ലാം ഏറ്റെടുക്കുന്നു. നമ്മുടെ നാട്ടിൽ ഗ്രന്ഥശാലകൾ നിലവിൽ വരികയും പരന്ന വായനയിലേക്ക് ജനങ്ങൾ പോകും. മഹേഷ് കുമാർ മഠത്തിൽ അധ്യക്ഷനായി. ലൈബ്രറി സെക്രട്ടറി NV രമേശൻ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം CN ഗംഗാധരൻ, A പ്രകാശൻ എന്നിവർ സംസാരിച്ചു. തലശ്ശേരി കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ, മാഹി രാജീവ് ഗാന്ധി ആയുർവേദ മെഡിക്കൽ കോളേജ്, ആശ്രയ വുമൺ സെന്റർ പന്തക്കൽ എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ തലശ്ശേരി കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കോസ്റ്റൽ CI ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ, മാഹി രാജീവ് ഗാന്ധി ആയുർവേദ മെഡിക്കൽ കോളേജ്, ആശ്രയ വുമൺ സെന്റർ പന്തക്കൽ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് തലശ്ശേരി കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. കോസ്റ്റൽ CI ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. സീനിയർ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥൻ ഷാരോൺ, സബ് ഇൻസ്പെക്ടർ പ്രസാദ്, കോളേജ് ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട് ശിവരാമകൃഷ്ണ, ഡോക്ടർ നവീൻ, ഡോക്ടർ രജുള, ഡോക്ടർ ജഗദീഷ്, ഡോക്ടർ ദീപക് എന്നിവർ സംസാരിച്ചു. നേത്രരോഗങ്ങൾ, അസ്ഥിരോഗങ്ങൾ, വാതരോഗങ്ങൾ, പൈൽസ്, ഗൈനക്കോളജി എന്നിവയുടെ വിവിധ വൈദ്യവിദഗ്ധരുടെ സേവനങ്ങളാണ് ക്യാമ്പിൽ നൽകിയത്. സൗജന്യ മരുന്നും നൽകി. 2010 സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ 15 വർഷം ഓൾറെഡിയായി. അവിടെ ടോട്ടലി 42 ഡോക്ടർ മെഗാ ക്യാമ്പ്, ഏത് രീതിയിലുള്ള ക്യാമ്പുകൾ നടത്താനുള്ള സജ്ജമായിട്ടുള്ള എല്ലാ സ്റ്റാഫുകളും ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും പോണ്ടിച്ചേരി ഗവൺമെൻറ്റിൻ്റെയും കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ പാരാമെഡിക്കൽ സ്റ്റാഫുണ്ട്, അതേപോലെ ലാബുണ്ട്, അവിടെ ഹോസ്പിറ്റൽ IT ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. IT ഡിപ്പാർട്ട്മെൻറ്റ് പ്രശ്നം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എപ്പോഴും അത് ഫുള്ളാണ്. കഴിയുന്നത് 2 മാസം 3 മാസത്തെ ബുക്കിംഗ് ആയിട്ടുള്ള രീതിയിലാണ് ഞങ്ങളത് കൊണ്ടുപോകുന്നത്. നേരത്തെ ബുക്ക് ചെയ്യുന്ന രീതിയിലാണ് കൊണ്ടുപോകുന്നത്. പേഷ്യൻസിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെയുണ്ട്. അപ്പം അത് മാത്രമല്ല, കോളേജിൻ്റെ ഭാഗത്ത് ഏത് സമയത്തും നിങ്ങൾക്ക് ആവശ്യപ്പെട്ട ഏത് സമയത്തും ഞങ്ങളിവിടെ ഉണ്ടാവും. മാത്രമല്ല, അവിടെ ഒരു 200 കുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജാണ്. അതായത് ഒരു 18 വയസ്സിൽ വരുന്ന കുട്ടികൾ, 17 വയസ്സിൽ വരുന്ന കുട്ടികൾ 23 വയസ്സ് 24 വയസ്സിലാണ് അവർ പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ആയിട്ടുള്ള എന്ത് പ്രവൃത്തികളും, ക്യാമ്പ് ചെയ്യുന്നത് മാത്രമല്ല, സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ആയിട്ടുള്ള ഏത് പരിപാടികൾക്കും കോളേജ് റെഡിയാണ്. So, don't stop coming and taking medicine and like that. Next follow-up also, please come to our college. Hospital you can come morning 9 o'clock. Regular service will be there. After 12 o'clock, 12 o'clock, the cab service will be there. So, please utilize. Monday to Friday will be there, and Saturday also general OPD will be there. Always we are welcoming you. Please come and take the
ഭിന്നശേഷി കുട്ടികളുടെ ആരോഗ്യപരമായ പുരോഗതിക്കും സമഗ്ര ചികിത്സാ സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനുമായി തലശ്ശേരിയിലുള്ള ബൈറൂഹ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലുള്ള ഹോപ്പ് ഏർലി ഇന്റർവെൻഷൻ സെന്ററും കണ്ണൂർ കിംസ് ശ്രീചന്ദ് ആശുപത്രിയും ചേർന്ന് ഒപ്പം എന്ന പേരിൽ ചികിത്സാ സഹായ പദ്ധതി നടപ്പാക്കും. കിംസ് ശ്രീചന്ദ് ആശുപത്രി ഓർത്തോപീഡിക്സ് വിഭാഗം മേധാവി ഡോക്ടർ സാജൻ മോഹൻരാജിന്റെ നേതൃത്വത്തിലാണ് കണ്ണൂർ ജില്ലയിൽ ഇത്തരമൊരു വേറിട്ട പദ്ധതി നടപ്പാക്കുന്നത്. ഒപ്പം പദ്ധതിയുടെ ഭാഗമായി ഹോപ്പിലെ കുട്ടികൾക്ക് പീഡിയാട്രിക്സ്, ഓർത്തോപീഡിക്സ്, ഡെന്റൽ, ന്യൂറോളജി, റോബോട്ടിക് സർജറി ഉൾപ്പെടെയുള്ള വിവിധ വിഭാഗങ്ങളിലെ ഉയർന്ന നിലവാരത്തിലുള്ള വൈദ്യ സേവനങ്ങൾ ലഭ്യമാകും. ജന്മനാ ഉള്ള വൈകല്യങ്ങൾക്കും ശസ്ത്രക്രിയ ഇടപെടൽ ആവശ്യമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും പുതിയ മെഡിക്കൽ സാങ്കേതിക വിദ്യകളും വിദഗ്ധ വൈദ്യ സംഘവും മുഖേന മികച്ച ചികിത്സ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. കേരളത്തിലെ സമഗ്രമായ മെഡിക്കൽ സേവനങ്ങളോടും വിദഗ്ധ സംഘത്തോടും കൂടി പ്രവർത്തിക്കുന്ന മുൻനിര കേന്ദ്രമായ കിംസ് ശ്രീചന്ദ് ആശുപത്രി ഒപ്പം പദ്ധതിയിലൂടെ കുട്ടികളുടെ ക്ഷേമത്തിനും ആരോഗ്യകരമായ പുരോഗതിക്കും നേതൃത്വം നൽകുന്നതായി ഡയറക്ടറും കിംസ് കേരള ക്ലസ്റ്റർ സിഇഒയുമായ ഫർഹാൻ യാസീൻ പറഞ്ഞു. എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് റിസ്ക് തോന്നുന്നത്, ഒരു മെഡിക്കൽ ടീമിൻ്റെ സഹായം ആവശ്യമുണ്ട്, അതൊരു ഓപ്പൺ ചർച്ചയാണെങ്കിൽ നമുക്ക് ആ റിക്വയർമെൻറ്റ്സ് വർക്ക് ചെയ്തിട്ട് എത്തിക്കാൻ പറ്റും. നമ്മൾ ആരും ഇതിൽ നിന്നൊരു ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഇതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി അല്ല നമ്മളിതൊരു ഒരു ഹ്യൂമൻ ആസ്പെക്റ്റ്. ഇപ്പം ഇവർ ചെയ്യുന്ന ആ ഒരു വലിയ പ്രവൃത്തിക്ക് ഒരു സപ്പോർട്ട് കൂടെ കൊടുക്കുക, ഇതേ നമ്മുടെ ലക്ഷ്യവും. അതേപോലെ തന്നെ ഇപ്പം ഒരുപാട് പൂർ കുട്ടികൾ ഇവിടെ ഉണ്ടാവും. അപ്പോൾ അവർക്കും ട്രീറ്റ്മെൻറ്റ് ആവശ്യം വന്നാൽ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ദർ ഇസ് നോ ഡൗട്ട് ഇൻ ഇറ്റ്. either they pay or not pay, it's not a matter, we'll take it. ഒപ്പം പദ്ധതിയുടെ പ്രകാശനം ഹോപ്പ് ഏർലി ഇന്റർവെൻഷനിൽ വെച്ച് നിർവഹിച്ചു. പരിപാടിയിൽ ബൈറൂഹ ഫൗണ്ടേഷൻ സെക്രട്ടറി KP മുഹമ്മദ് നസീബ്, ഹോപ്പ് ചെയർമാൻ മുനീർ അറയിലകത്ത്, ഹോപ്പ് അഡ്മിനിസ്ട്രേറ്റർ MP കരുണാകരൻ എന്നിവരും കിംസ് ശ്രീചന്ദ് ആശുപത്രി റോബോട്ടിക് സർജൻ ഡോക്ടർ TV ദേവരാജ്, മാർക്കറ്റിംഗ് മാനേജർ മുബഷിർ, ബ്രാൻഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ മാനേജർ നസ്രിയ എന്നിവരും പങ്കെടുത്തു. ജനതാദൾ നേതാവായിരുന്ന കിഴക്കേ ചമ്പാട്ടെ തായാട്ട് ഗംഗാധരനെ അനുസ്മരിച്ചു. സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. സോഷ്യലിസ്റ്റും ജനതാദൾ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന തായാട്ട് ഗംഗാധരന്റെ 16ാം ചരമവാർഷികം ആചരിച്ചു. സ്മൃതി മണ്ഡപത്തിൽ നടന്ന പുഷ്പാർച്ചനയ്ക്ക് KP മോഹനൻ MLA നേതൃത്വം നൽകി. ധീരമായ പ്രവർത്തനങ്ങൾ പാർട്ടി പ്രവർത്തകർക്കും ആവേശം പകർന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം ഇന്നിവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും എല്ലാവിധ അഭിവാദനങ്ങളും അർപ്പിച്ചുകൊണ്ട് തായാട്ടിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരുപാട് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് രവീന്ദ്രൻ കുന്നോത്ത്, P ദിനേശൻ, കരുവാങ്ങണ്ടി ബാലൻ, രാജേന്ദ്രൻ തായാട്ട്, പന്നിന്നൂർ രാമചന്ദ്രൻ, കുടുംബാംഗങ്ങൾ, RJD പ്രവർത്തകർ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. ജപ്പാൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പരിസ്ഥിതി സംഘടനയായ ഒയിസ്ക ഇന്റർനാഷണലിന്റെ സൗത്ത് ഇന്ത്യയിലെ മികച്ച പരിസ്ഥിതി പ്രവർത്തനങ്ങളുള്ള പരമോന്നത ബഹുമതിക്ക് പാട്യം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ ജീവനക്കാരനായ കക്കോത്ത് പ്രഭാകരനെ തിരഞ്ഞെടുത്തു. 40ാം വാർഷികത്തോടനുബന്ധിച്ച് കോഴിക്കോട് IMA ഹാളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം കോഴിക്കോട് MP MK രാഘവൻ നിർവഹിച്ചു. ഒയിസ്ക ഇന്റർനാഷണലിന്റെ 40ാം വാർഷികാഘോഷം കോഴിക്കോട് IMA ഹാളിൽ കോഴിക്കോട് MP MK രാഘവൻ ഉദ്ഘാടനം ചെയ്തു. മോഹൻകുമാർ IASൽ നിന്നും പ്രഭാകരൻ പുരസ്കാരം ഏറ്റുവാങ്ങി. ഒയിസ്ക സെക്രട്ടറി ജനറൽ അരവിന്ദ് ബാബു മുഖ്യാതിഥിയായി. സൗത്ത് ഇന്ത്യൻ ചാപ്റ്റർ പ്രസിഡന്റ് തോമസ് തേവര, വൈസ് പ്രസിഡന്റ് പ്രൊഫസർ ഡോക്ടർ ഗിരീൽ ചുവ, KK ചന്ദ്രൻ, കൃഷ്ണകുമാർ, ഡോക്ടർ സുധോധരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കോടിയേരി ദേശീയ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ ഗ്രന്ഥശാലാ ദിനം സമുചിതമായി ആചരിച്ചു. വായനശാല പ്രവർത്തക സമിതിയിലെ മുതിർന്ന അംഗം KM ബാലൻ മാസ്റ്റർ പതാക ഉയർത്തി. കോടിയേരി ദേശീയ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ ഗ്രന്ഥശാല ദിനാചരണം സംഘടിപ്പിച്ചു. സർഗോത്സവം തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം U ബ്രിജേഷ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രവർത്തക സമിതിയിലെ മുതിർന്ന അംഗം KM ബാലൻ മാസ്റ്റർ പതാക ഉയർത്തി. ഗ്രന്ഥശാല മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പ്രവർത്തനത്തിന് സെക്രട്ടറി KP അരുൺകുമാർ നേതൃത്വം നൽകി. TK ഷാജ് മാസ്റ്റർ അധ്യക്ഷനായി. വൈകിട്ട് അക്ഷരദീപം തെളിയിച്ചു. വെറ്ററൻ സ്പോർട്സ് മെൻ അസോസിയേഷൻ ഫ്ലാഷ് ബാക്കിന്റെ ആഭിമുഖ്യത്തിൽ TP മഹ്മൂദ് മെമ്മോറിയൽ ജില്ലാതല ഇൻവിറ്റേഷൻ ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. 8 ഫ്രാഞ്ചൈസികളിലായി 32 ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുത്തത്.
വെറ്ററൻ സ്പോർട്സ്മെൻ അസോസിയേഷൻ ഫ്ലാഷ് ബാക്കിന്റെ ആഭിമുഖ്യത്തിൽ TP മഹമ്മൂദ് മെമ്മോറിയൽ ജില്ലാതല ഇൻവിറ്റേഷൻ ബാഡ്മിന്റൺ ടൂർണമെന്റിന് തുടക്കമായി. 8 ഫ്രാഞ്ചൈസികളിലായി 32 ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. വീനസ് സ്പോർട്സ് അറീനയിൽ നടന്ന ടൂർണമെന്റ് തലശ്ശേരി സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി IAS ഉദ്ഘാടനം ചെയ്തു. സ്പോർട്സിന്റെ കമ്മിറ്റ്മെന്റ് നിങ്ങൾ എല്ലാവർക്കും അറിയാം. അദ്ദേഹം മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരു സ്പോർട്സ് പേഴ്സൺ ആയിരുന്നു. ബാഡ്മിൻ്റൺ, ബാസ്കറ്റ്ബോൾ, ക്രിക്കറ്റൊക്കെ കളിക്കാൻ ആളുകളുണ്ടായിരുന്നു. ആൻഡ് ഫ്ലാഷ് ബാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം, തലശ്ശേരിയിൻ്റെ ഒരു കായികം സാമൂഹിക മേഖലയിൽ വളരെ ആക്റ്റീവായിട്ടുള്ള, വളരെ എനർജറ്റിക് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. ഏതെങ്കിലും ഒരു തലശ്ശേരിയിലെ സ്പോർട്സിൻ്റെ ബന്ധപ്പെട്ട ഇല്ലെങ്കിൽ സോഷ്യൽ ഇഷ്യൂസിൻ്റെ ബന്ധപ്പെട്ട പ്രോഗ്രാംസ് ഉണ്ട്, ക്യാമ്പയിൻസ് ഉണ്ട്. അതിൽ ഫ്ലാഷ് ബാക്കിൻ്റെ ആളുകൾ 100% എനർജി കൂടെ ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും അത് എനർജിയാണ്, അത് ഒരു ഇൻസ്പിറേഷനാണ്, നമുക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ആവശ്യം. ഇത് രണ്ടാമത്തെ TP മഹമ്മൂദ് മെമ്മോറിയൽ ബാഡ്മിൻ്റൺ ടൂർണമെൻ്റ് ആണ് ഇന്ന് നിങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നത്. ഫസ്റ്റ് എഡിഷൻ നന്നായിട്ട് ഒരു സക്സസ്ഫുൾ ആയിരുന്നു, സ്റ്റേറ്റ് ലെവലിലായിരുന്നു. പക്ഷേ ഇപ്പോൾ രണ്ടാമത്തെ എഡിഷൻ ജില്ലാതല ഒരു പ്രോഗ്രാമായി ഇപ്പോൾ നിങ്ങൾ നടക്കുന്നുണ്ട്. മുൻകാല സന്തോഷ് ട്രോഫി ഫുട്ബോൾ താരവും ജൂനിയർ ഇന്ത്യൻ ഫുട്ബോൾ ടീം അംഗവും കോച്ചുമായ പ്രേംരാജിനെ ചടങ്ങിൽ ആദരിച്ചു. എഞ്ചിനീയർ NP അനീഷ് അധ്യക്ഷനായി. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ തലശ്ശേരി ഡയറക്ടർ TC മനോജ് മുഖ്യാതിഥിയായി. ഒരു കാര്യത്തിൽ ഞാൻ നന്ദി പറയുന്നു. ദേശീയ തലത്തിൽ ഖേലോ ഇന്ത്യ ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി മത്സരത്തിൽ ഞങ്ങളുടെ 2 കുട്ടികളെ സ്പോൺസർ ചെയ്തിരുന്നുവെന്ന് നേരത്തെ അറിയാമായിരുന്നു. അതിൽ നല്ല കാര്യമാണ്. ഡെന്നെ സംബന്ധിച്ചിടത്തോളം ഇത്ര ടാലന്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അതുകൊണ്ട് അതിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈ വേദിയിൽ ഞാൻ നന്ദി അർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഡെല്ലയെ പോലെ അല്ലെങ്കിൽ നമ്മളെ സായിലെ അല്ലെങ്കിൽ മറ്റുള്ള കായിക താരങ്ങളെ കഴിവ് തെളിയിച്ച കുട്ടികളെ മാത്രമല്ല, ഒത്തിരി കാണപ്പെടാതെ പോകുന്ന കുട്ടികളുമുണ്ട്. നമ്മൾ പല കാര്യങ്ങളും കൊണ്ടും അവർക്ക് ലൈം ലൈറ്റിലേക്ക് കടന്നു വരാൻ പോകാത്ത കുട്ടികളുണ്ട്, നമ്മൾ കണ്ടെത്തപ്പെടുന്നത്. അങ്ങനെയുള്ള വരുന്ന കുട്ടികൾ ചില അവസരങ്ങളിലൊക്കെ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ അവരെ സഹായിക്കാൻ സാധിക്കും. തുടർന്നും അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. 4 കാറ്റഗറികളിലായാണ് മത്സരം നടക്കുന്നത്. വിജയികൾക്ക് ട്രോഫിയും ക്യാഷ് അവാർഡും നൽകും. NB നിസാമുദ്ദീൻ, CTK അഫ്സൽ, TP അബ്ദുള്ള, അഫ്സൽ ആദിരാജ, CH ഹാരിസ് എന്നിവർ സംസാരിച്ചു. മുൻ സംസ്ഥാന താരങ്ങളായ TPM മുസ്തഫ, VB ഇസ്ഹാഖ്, K സക്കരിയ തുടങ്ങിയവർ സംബന്ധിച്ചു. PK സുരേഷ് സ്വാഗതവും OV മുഹമ്മദ് റഫീഖ് നന്ദിയും പറഞ്ഞു. സ്വർണ്ണാഭരണങ്ങളുടെ സവിശേഷ കളക്ഷനുമായി ഇഷ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 2ാമത്തെ ഷോറൂം മട്ടന്നൂർ ഇരട്ടി റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇഷ കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. സ്വർണ്ണാഭരണങ്ങളുടെ സവിശേഷ കളക്ഷനുമായി ഇഷ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 2ാമത്തെ ഷോറൂം മട്ടന്നൂർ ഇരട്ടി റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇഷ കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. പത്തരമാറ്റിന്റെ സ്വർണശോഭയിൽ സ്വർണ്ണാഭരണങ്ങളുടെ വ്യത്യസ്ത ശേഖരത്തോടെയാണ് ഇഷ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മട്ടന്നൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. 18 കാരറ്റ് ഡയമണ്ട് ആഭരണങ്ങൾക്കായി ഒരു ഫ്ലോർ പ്രത്യേകം തയ്യാറാക്കിയിട്ടുണ്ട്. കർണാടക ഹസൻ ജില്ലയിൽ അരഹള്ളിയിലെ ഇഷ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 2ാമത്തെ ഷോറൂമാണ് മട്ടന്നൂരിലേത്. ഏറ്റവും പുതിയ മോഡലുകളുടെ വലിയ ശേഖരം ഒരുക്കിയതായി നരിക്കോടൻ ഗിരീഷ്, നരിക്കോടൻ ഷാജി എന്നിവർ അറിയിച്ചു. ചടങ്ങിൽ ആദ്യ വിൽപ്പന EK മുഹമ്മദ് കുഞ്ഞിയും KN മമ്മൂട്ടി ഹാജിയും ചേർന്ന് സതീഷ് വെളിയമ്പ്രയ്ക്ക് കൈമാറി. മാനേജിംഗ് പാർട്ണർ ഗിരീഷ് നരിക്കോടൻ, ഷാജി നരിക്കോടൻ, വർഷ ഗിരീഷ്, നിമിഷ ഷാജി തുടങ്ങി പ്രമുഖ വ്യക്തികളും സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ഇഷ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം കണ്ണൂർ മട്ടന്നൂർ ഇരിട്ടി റോഡിൽ ആരംഭിച്ചിരിക്കുകയാണ്. കർണാടക അരഹള്ളി ഇഷ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 2ാമത്തെ ഷോറൂമാണ് മട്ടന്നൂരിൽ ആരംഭിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും.
കൊടിസുനി എന്ന ക്രിമിനലിനെ VIP ആയി കണക്കാക്കുന്ന പോലീസ് സാധാരണക്കാരെ തല്ലിച്ചതയ്ക്കുകയാണെന്ന് BJP സംസ്ഥാന സെൽ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് VK സജീവൻ. BJP കണ്ണൂർ സൗത്ത് ജില്ലാ കമ്മിറ്റി DYSP ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പാനൂർ നഗരസഭയിലെ UDF വോട്ട് കൊള്ളയ്ക്കെതിരെ LDFന്റെ പ്രതിഷേധം. പാനൂർ നഗരസഭയ്ക്ക് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. കൂത്തുപറമ്പിൽ JCB ഉപയോഗിച്ച് മണ്ണ് നീക്കവേ 100ഓളം വർഷങ്ങൾ പഴക്കമുള്ള ക്ഷേത്രാവശിഷ്ടങ്ങൾ കണ്ടെത്തി. സ്ഥലത്തേക്ക് ഭക്തജനങ്ങളുടെ ഒഴുക്ക്. KCB വർക്കേഴ്സ് അസോസിയേഷൻ തലശ്ശേരി ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമം നടത്തി. കുട്ടികൾക്കായി പഠന ക്ലാസും നടത്തി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.